ജേക്ക് സി തോമസ് ചേരുന്നു. CPM നേതാവ് ശ്രീ ജേക്ക്, ഇവിടെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരായിട്ടുള്ള ഈ മരിച്ചുപോയ ബിന്ദുവിന്റെ ബന്ധുക്കൾ പ്രതികരിക്കുന്നു. അവിടേക്ക് കടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആരും അവിടെ റെസ്ട്രിക്ട് ചെയ്തിരുന്നില്ല. അത് വലിയ വീഴ്ചയാണ്. മന്ത്രി ആരുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളുമുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, ഇപ്പോ നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു സംഘചിതത്വത്തെ ഉയർത്തിപ്പിടിച്ചിട്ടല്ലല്ലോ ഇപ്പൊ പ്രതികരിക്കേണ്ടത്. സ്വാഭാവികമായി ഏത് മനുഷ്യനും അസാമാന്യമായ ദുഃഖമുളവാക്കുന്ന ഒരാളുടെ മരണം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ മരണത്തിൽ നമുക്ക് എല്ലാവർക്കും വിട്ടുമാറാത്ത നടുക്കവും പ്രതിഷേധവും ആശങ്കയും ഒക്കെയുണ്ട്, തർക്കമേതുമില്ല. പക്ഷേ ഈ ഒരു അവസരത്തെ ഉപയോഗിച്ച് തെറ്റായ ആരോപണങ്ങൾ ചമച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖലയാകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നതും അതോടൊപ്പം തന്നെ പ്രതിഷേധാർഹമാണ്, അപലപിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങ് സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോ ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ ഏറ്റവും പ്രാഥമിക നിലവാരത്തിലുള്ള ബിൽഡിങ്ങുകൾ നന്നായിരുന്നു പ്രായം കൊണ്ട് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ള ഈ കെട്ടിടം 2013 2012 ഒക്കെ ഫിറ്റ്നസിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കെട്ടിടം ഒന്നിൽ പൊളിച്ചു നീക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പുതിയ കെട്ടിടം പകരം പണിയേണ്ടതുണ്ട് എന്നുള്ള കത്ത് നൽകപ്പെട്ട അനുഭവങ്ങൾ ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ സമയത്തൊന്നും അതിന് നേരെ സത്വരമായൊരു നടപടി സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് 536 കോടി രൂപ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് പുതിയ സർജിക്കൽ ബ്ലോക്കും 21 കിടക്കകൾ വീതമുള്ള 2 ICUകളും 563 ബെഡ് കപ്പാസിറ്റിയും ഒക്കെയുള്ള ആധുനീകരിച്ച പുതിയ ബ്ലോക്കിന് പണം അനുവദിക്കുന്നു. അതിന്റെ തുടർച്ചയിൽ 2020 അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ഇപ്പോൾ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു. ഏതാണ്ട് ആ ബിൽഡിംഗിലേക്ക് സഹജമാം നിലയിൽ, സഹവാസയോഗ്യമായ നിലയിലേക്ക് ശ്രീ ജേക്ക്, അവിടെയല്ലേ പ്രശ്നം? പൂർത്തീകരിക്കപ്പെട്ടു. അവിടെ എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗം മാത്രമാണെന്നാണ് നേരത്തെ മന്ത്രി VN വാസവൻ പറഞ്ഞത്. താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും അവിടെ എത്രത്തോളം പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന്. അപ്പം എന്തുകൊണ്ട് ഈ ഉദ്ഘാടനം വൈകിപ്പിച്ചു? എന്തുകൊണ്ട് ആളുകളെ ഇത്ര ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് മാറ്റാതിരുന്നു? അവിടെ മന്ത്രി തന്നെ, ബഹുമാനിയായ മന്ത്രി തന്നെ അക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും വിദഗ്ധരുടെയും ഒക്കെ യോഗം ചേർന്നിരുന്നു. എനിക്ക് തോന്നുന്നു മെയ് മാസത്തിൽ യോഗം ചേർന്നു എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. അതിനോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ നടത്തേണ്ട ആധുനിക സജ്ജീകരണങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം ഈ പുതിയ ആധുനീകരിച്ച ബിൽഡിംഗിൽ ഉണ്ടാകേണ്ട ഫയർ സേഫ്റ്റി മെഷേഴ്സിനെ സംബന്ധിച്ചും കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് അത്തരം ഒരു പ്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നതെന്നും അതിന് മോക്ക് ഡ്രിൽ ഉൾപ്പെടെ നടത്തിയിട്ട് വേണം ഈ ബിൽഡിംഗിലേക്ക് മാറേണ്ടതെന്നുമുള്ളതാണ് ആ സമയത്തെ യോഗത്തിന്റെ തീരുമാനം. അപ്പൊ വർദ്ധിത സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം ഈ ബിൽഡിംഗിന്റെ ഉദ്ഘാടനവും അങ്ങോട്ടേക്കുള്ള ഷിഫ്റ്റും നടക്കേണ്ടത് എന്നുള്ള തീരുമാനം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വിദഗ്ധരും ഒക്കെ അടങ്ങുന്ന ഒരു വൈദഗ്ധ്യമുള്ളവരുടെ യോഗത്തിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ തുടർന്നാണ് ഇപ്പോൾ ഏതാണ്ട് 90% മറ്റൊരു ന്യായീകരണത്തിന്റെ കൂടി പ്രതികരണം എടുക്കട്ടെ താങ്കളിൽ നിന്ന്. നേരത്തെ പറയുന്നുണ്ടായിരുന്നു മന്ത്രിമാർ രണ്ടുപേരും ആ രീതിയിലാണ് പ്രതികരിച്ചത്. അങ്ങോട്ട് പോകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാതിരിക്കാനുള്ളൊരു അവിടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് കാര്യക്ഷമമല്ല എന്നുകൂടിയല്ലേ വ്യക്തമാകുന്നത്. അതായത് നമ്മൾ എല്ലാ മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല സർക്കാർ ആശുപത്രികളിൽ പോലും പലർക്കും പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മറ്റു പല രീതിയിലും. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡോ ഇല്ലെങ്കിൽ ഒരു കയറോ വലിച്ചു കെട്ടിയാൽ ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തമല്ലേ ഇത്? അങ്ങനെ ആണോ എന്നുള്ള കാര്യത്തിൽ ഏകപക്ഷീയമായി ഞാനിപ്പോ ഒരു മറുപടി പറയുന്നില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് ആ കാര്യങ്ങളടക്കം ഇപ്പോ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന വാദം പ്രധാനപ്പെട്ടതാണ്, തള്ളിക്കളയേണ്ടതാണെന്നുള്ള അഭിപ്രായവും ഞാൻ പറയുന്നില്ല. കോട്ടയം കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഈ കാര്യത്തിനകത്ത് വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ കാണുന്നത്. അപ്പോൾ എന്തായാലും അന്വേഷണം വരട്ടെ. അന്വേഷണത്തിൽ ആരാണ് കുറ്റക്കാർ, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്, അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകട്ടെ. അക്കാര്യത്തിലൊന്നും നമുക്കാർക്കും മറ്റൊരു അഭിപ്രായവും മറ്റൊരു വിയോജിപ്പോ ഒന്നും ഉണ്ടാവില്ല. യെസ്, താങ്ക് യു ജയ്ക്ക് പ്രതികരിച്ചതിന്.